ലോഗോസ് ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ അധ്യായവും വാക്യവും. ഉത്തരം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ലൂക്ക 19:10. അടുത്തത് ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ ശിഷ്യന്മാർ ആർത്തു വിളിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത്? ഉത്തരം സ്വർഗത്തിൽ സമാധാനം. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൽ ശിഷ്യന്മാർ ആർത്തു വിളിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ത്? ഉത്തരം സ്വർഗത്തിൽ സമാധാനം. നിയമജ്ഞരിൽ ചിലർ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവസാനിപ്പിച്ചത് ഏത് സംഭവത്തിന് ശേഷം? ഉത്തരം പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദത്തിന് ശേഷം. നിയമജ്ഞരിൽ ചിലർ യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവസാനിപ്പിച്ചത് ഏത് സംഭവത്തിന് ശേഷം? പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദത്തിന് ശേഷം. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ നേടും. ഉത്തരം ജീവൻ. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ നേടും. ഉത്തരം ജീവൻ. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ട കരുത്ത് ലഭിക്കാൻ എന്തു ചെയ്യണം? ഉത്തരം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. എന്നോട് വായിക്കാം. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എന്തു ചെയ്യണം? ഉത്തരം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. അടുത്തത് രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി എവിടെ വിശ്രമിച്ചു? ഉത്തരം ഒലിവുമലയിൽ. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി എവിടെ വിശ്രമിച്ചു? ഉത്തരം ഒലിവുമലയിൽ. അടുത്തത് പൂരിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത ഡാഷും നിങ്ങൾക്ക് ഞാൻ നൽകും. ഉത്തരം വാക്ചാതുരിയും ജ്ഞാനവും. നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. അടുത്തത് ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നുപോകുകയില്ല. അധ്യായവും വാക്യവും. 21-33. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ലൂക്കായുടെ സുവിശേഷം 21:33. അടുത്തത് യേശുവിൻ്റെ കല്ലറയുടെ സവിശേഷത എന്തായിരുന്നു? ഉത്തരം ആരെയും അതുവരെ അടക്കിയിട്ടില്ലായിരുന്നു. യേശുവിൻ്റെ കല്ലറയുടെ സവിശേഷത ആരെയും അതുവരെ അടക്കിയിട്ടില്ലായിരുന്നു. അടുത്തത് ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ പിറുപിറുത്തത് ആരെല്ലാം? ഉത്തരം ഫരിസേയരും നിയമജ്ഞരും. ചുങ്കക്കാരും പാപികളും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നപ്പോൾ പിറുപിറുത്തത് ആരെല്ലാം? ഉത്തരം ഫരിസേയരും നിയമജ്ഞരും. അടുത്തത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ആരുടെ വാക്കുകൾ? ഉത്തരം അപ്പോസ്തലന്മാരുടെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ആരുടെ വാക്കുകൾ? ഉത്തരം അപ്പോസ്തലന്മാരുടെ. അടുത്തത് ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ആരുടെ വാക്കുകൾ? ഉത്തരം പത്രോസിന്റെ. ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ആരുടെ വാക്കുകൾ? ഉത്തരം പത്രോസിന്റെ. അടുത്തത് സക്കേവൂസ് ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം ജെറീക്കോ. അടുത്തത് മനുഷ്യപുത്രനെ പറ്റി പ്രവാചകൻ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും, ആരോട് പറഞ്ഞു? യേശു 12 പേരോട്. മനുഷ്യപുത്രനെ പറ്റി പ്രവാചകൻ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും, ആരോട് പറഞ്ഞു? യേശു 12 പേരോട്. അടുത്തത് ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ് എന്ന് യേശു ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സക്കേവൂസ്. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണെന്ന് യേശു ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സക്കേവൂസിനെ പറ്റി. അടുത്തത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന എന്തിനു വേണ്ടി ആയിരുന്നു? ഉത്തരം പത്രോസിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം പത്രോസിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. അടുത്തത് യേശുവിന്റെ കുരിശുമരണം അകലെ നിന്ന് നിരീക്ഷിച്ചവർ ആരൊക്കെ? ഉത്തരം പരിചയക്കാരും സ്ത്രീകളും. യേശുവിന്റെ കുരിശുമരണം അകലെ നിന്ന് നിരീക്ഷിച്ചവർ ആരൊക്കെ? ഉത്തരം പരിചയക്കാരും സ്ത്രീകളും. അടുത്തത് കുരിശിന്റെ ചുവട്ടിലെ ശതാധിപന്റെ വാക്കുകൾ എന്താണ്? ഉത്തരം ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. കുരിശിന്റെ ചുവട്ടിലെ ശതാധിപന്റെ വാക്കുകൾ എന്തായിരുന്നു? ഉത്തരം ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു.
അടുത്തത് യേശു കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭം എവിടെയാണ്? ഉത്തരം സ്വർഗാരോഹണ സമയത്ത്. യേശു കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതായി ലൂക്കാ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭം. ഉത്തരം യേശുവിൻ്റെ സ്വർഗാരോഹണ സമയത്ത്. അടുത്തത് എമ്മാവൂസ് ശിഷ്യന്മാർ തിരിച്ച് ജെറുസലേമിൽ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്നവർ എന്തു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. എമ്മാവൂസ് ശിഷ്യന്മാർ തിരിച്ച് ജെറുസലേമിൽ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്നവർ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. അടുത്തത് സദുക്കായർ പ്രത്യക്ഷപ്പെടുന്ന അധ്യായം. ഉത്തരം 20. സദുക്കായർ പ്രത്യക്ഷപ്പെടുന്ന അധ്യായം 20. അടുത്തത് യജമാനന്റെ ദാസരെ പോലെ ക്രിസ്തു ശിഷ്യർ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു മറുപടി നൽകണം? ഉത്തരം കടമ നിർവഹിച്ചതേയുള്ളൂ. യജമാനന്റെ ദാസരെ പോലെ ക്രിസ്തു ശിഷ്യർ കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം എന്തു മറുപടി നൽകണം? ഉത്തരം കടമ നിർവഹിച്ചതേയുള്ളൂ. അടുത്തത് ഫരിസേയന്റെയും ചുങ്കക്കാരന്റെയും ഉപമ അധ്യായവും വാക്യവും. ഉത്തരം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അടുത്തത് ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചു. ഇതേ തുടർന്ന് പത്രോസ് എന്തു ചെയ്തു? ഉത്തരം അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചു. ഇതേ തുടർന്ന് പത്രോസ് എന്തു ചെയ്തു? ഉത്തരം അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. 22-ാം അധ്യായം 62-ാം വചനം. അടുത്തത് ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെയുള്ള വിചാരണ വേളയിൽ ജനപ്രമാണികൾ യേശുവിന്റെ നാവിൽ നിന്ന് തന്നെ യേശു ആരെന്ന് കേട്ടുവെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം ദൈവപുത്രനാണ് എന്ന്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെയുള്ള വിചാരണ വേളയിൽ ജനപ്രമാണികൾ യേശുവിന്റെ നാവിൽ നിന്ന് തന്നെ യേശു ആരെന്ന് കേട്ടുവെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം ദൈവപുത്രനാണ് എന്ന്. അടുത്തത് ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് അറിയിച്ചത് ആരെയാണ്? ഉത്തരം 11 പേരെയും മറ്റെല്ലാവരെയും. ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ച് അറിയിച്ചത് ആരെയൊക്കെയാണ്? 11 പേരെയും മറ്റെല്ലാവരെയും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ പുച്ഛിച്ചത് ആര്? ഉത്തരം പണക്കൊതിയരായ ഫരിസേയർ. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ യേശുവിനെ പുച്ഛിച്ചത് ആര്? പണക്കൊതിയരായ ഫരിസേയർ. അടുത്തത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ജനം യേശുവിന്റെ പക്ഷത്താണ്. ജനക്കൂട്ടമില്ലാത്ത അവസരം പാർത്തുകൊണ്ടിരുന്നത് ആരാണ്? ഉത്തരം യൂദാസ്. അടുത്തത് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് 2 ശിഷ്യന്മാർ പറഞ്ഞത് ആരോടാണ്? ഉത്തരം ഉടമസ്ഥനോട്. അടുത്തത് ജെറീക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ യേശു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം 10 നാണയത്തിന്റെ ഉപമ.